കേരള കോൺഗ്രസിൽ നിന്ന് കൗതുകകരമായ ചില വാർത്തകളും പ്രതികരണങ്ങളും കൂടി വരികയാണ്. ജോസ് കെ മാണി മത്സരിക്കുന്നതിൽ കേരള കോൺഗ്രസിൽ വീണ്ടും ആശയക്കുഴപ്പമുണ്ട്. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ചു പറയുന്നു. ആര്? റോഷി അഗസ്റ്റിൻ. ചോരത്തിളപ്പിൽ പറയുന്നതല്ല. കേരള കോൺഗ്രസ് നാഥനില്ലാത്ത കളരിയല്ലെന്നും കേരള കോൺഗ്രസിന്റെ ചെയർമാൻ നേതൃസ്ഥാനത്ത് തന്നെ ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം പറയുന്നു, നിങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അപ്പൊ എനിക്ക് മറുപടി പറയേണ്ടതായിട്ട് വന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മൈക്ക് മേടിച്ച് പറഞ്ഞു, അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് എന്തുവാ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയല്ലേ? രണ്ട് ശരിയല്ലേ? ചേർത്തലപ്പുണ്ട് KFC നേതാവുമായിരുന്നു. ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാന്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദില്ലാത്ത കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങൾ കൊടുത്തിട്ടുള്ളൂ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അദ്ദേഹം പറഞ്ഞല്ലോ, പാർട്ടി ഇതിലെടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, അതിനെ അധികരിക്കാൻ പറ്റുമോ? അതേസമയം മത്സരിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് പറയുന്നില്ല ജോസ് കെ മാണി. സിറ്റിംഗ് MLA-മാർ തന്നെ തുടരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും താൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല എന്നും ജോസ് കെ മാണി. ഇപ്പോൾ മത്സരിച്ച് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതും ഇപ്പോൾ MLA-മാരായിട്ടിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളും എല്ലാം പൊതുവെയൊക്കെ അങ്ങനെ തന്നെ പോകും. പക്ഷേ തീരുമാനം LDF കൂടി തീരുമാനം. നമ്മുടെ ഈ യാത്ര കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന് ചർച്ചയിലേക്ക് പോകുള്ളൂ. പക്ഷേ പൊതുവെ നമ്മളൊരു ധാരണയിലാണ്. ആ ധാരണയിലാണ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചില നീക്കുപോക്കുകൾ ചിലപ്പോൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഇരിക്കുന്ന MLA-മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പാർട്ടി ഇത് ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. രണ്ടുപേരുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ എന്താണ് ഇതിൽ ഇത്ര കൗതുകം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഇരുവരും പറഞ്ഞതുകൂടി കേൾക്കാം. ആര് മത്സരിക്കണം, പാർട്ടിക്കാർ ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു ഒരു കുഴപ്പമില്ല. അത് പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ സംശയം, ജോസ് കെ മാണി മത്സരിക്കുന്നതിൽ പ്രത്യേകമായിട്ട് ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അത് സമയത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലയത്തിനെ മത്സരിക്കും. അദ്ദേഹം എപ്പോഴും ഒരു KSC എന്ന് വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുന്നതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാകുന്ന പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. മാണി സഖാവിന്റെ പ്രവർത്തനങ്ങളിലെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി. അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് മാനസികാപ്പൻ MLA ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അല്ലല്ലേ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ വീണ്ടും കാണിക്കുമ്പോൾ വളരെ കൗതുകകരമാണ് കേട്ടോ. അതായത് തന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയി എന്ന് ആദ്യം ജോസ് കെ മാണിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പിന്നെ നോക്കുകയാണ് കയ്യിലേക്ക്, മൈക്ക് അവിടെ പോയി. റോഷി അഗസ്റ്റിനെ റാഞ്ചി എടുക്കുകയാണ്. അതിനുശേഷമാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് ജോസ് കെ മാണി മൈക്കിന് വേണ്ടി 100 തവണ കൈ നീട്ടുന്നുണ്ട്, കൊടുക്കുന്നില്ല. മാത്രമല്ല കൈവച്ച് ഇങ്ങനെ തട്ടി നീക്കുന്നുമുണ്ട്. അത്രത്തോളം കൗതുകമുണ്ടായിരുന്നു അന്ന് റോഷി അഗസ്റ്റിന്റെ പ്രതികരണത്തിൽ. നമുക്ക് വിവരങ്ങളുമായി നമ്മളോടൊപ്പം രാഹുൽ സുരേഷും അർജുൻ മട്ടന്നൂരും ലേബി സജീന്ദ്രനും ചേരുകയാണ്. രാഹുൽ സുരേഷിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. രാഹുൽ, റോഷി അഗസ്റ്റിൻ ഇന്ന് പറഞ്ഞ ചോരത്തിളപ്പ് കൊണ്ടല്ല എന്നുള്ളത് പോലും മറുപടിയാണ് ജോസ് കെ മാണിക്ക് നൽകുന്നത്. ഞാൻ പറഞ്ഞത് ചോരത്തിളപ്പ് കൊണ്ടല്ല, പക്വത കൊണ്ടാണ്, രാഷ്ട്രീയ നിരീക്ഷണം കൊണ്ടാണ്. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പറയുന്നത് പാർട്ടി ചെയർമാനോടാണ്. അതേ മാധു, കഴിഞ്ഞ ദിവസം അടിമാലിയിൽ എത്തിയപ്പോഴായിരുന്നു ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ച ശേഷം റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ജോസ് കെ മാണി തന്നെ പാലായിൽ മത്സരിക്കുമെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും അതിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരികയും ചെയ്തത്. ഇന്നിപ്പോൾ ജോസ് കെ മാണി പറഞ്ഞത് ചോരത്തിളപ്പ് കൊണ്ടാണ് അന്ന് റോഷി അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അതിന് വീണ്ടും മറുപടിയുമായി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇടുക്കിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ റോഷി അഗസ്റ്റിൻ വീണ്ടും ആ കാര്യം ഊട്ടി ഉറപ്പിച്ച് പറയുന്നത്. ജോസ് കെ മാണി തന്നെയാണ് പാലായിൽ മത്സരിക്കാൻ പോകുന്നത്. പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്തല്ല അന്ന് അടിമാലിയിൽ വെച്ച് താൻ പറഞ്ഞത്. കേരള കോൺഗ്രസ് നാഥനില്ലാത്ത കളരിയല്ല. പാർട്ടിക്ക് വേണ്ടത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ ആ ലീഡർഷിപ്പിലുള്ള ആളിൽ തന്നെ മത്സരിക്കണം. അതുകൊണ്ട് ജോസ് കെ മാണി തന്നെ പാലായിൽ മത്സരിക്കുമെന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് റോഷി അഗസ്റ്റിൻ. അപ്പോൾ പാർട്ടി ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ടും ജോസ് കെ മാണി ആ കാര്യങ്ങൾ എന്തുകൊണ്ട് ആളുകളോട്
മാധ്യമങ്ങളോട് തുറന്നു പറയുന്നില്ല, എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉറപ്പിച്ച് പറയുന്നില്ല എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. മാധു, അർജുൻ മട്ടൻകൂർ നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അർജുൻ, ഈ ജോസ് കെ മാണിയുടെ പ്രതികരണങ്ങൾക്ക് പക്ഷേ ചോരത്തിളപ്പ് റോഷി അഗസ്റ്റിന്റേത് പോലെ ഇല്ല. അദ്ദേഹം ഇപ്പോഴും ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ പോലും കൃത്യത, ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അദ്ദേഹം ഇനി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും നോക്കൂ, തുടരും എന്നൊരൊറ്റ പോസ്റ്റ് കൊണ്ട് റോഷി അഗസ്റ്റിൻ രാഷ്ട്രീയ തീരുമാനങ്ങളിലെ തന്റെ നിർണായകമായ നിലപാട് കഴിഞ്ഞ തവണ വ്യക്തമാക്കിയതാണ്. ഈ റോഷി അഗസ്റ്റിന്റെ വഴിയിലേക്ക് തന്നെ റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് പാർട്ടി ചെയർമാൻ പോകുന്നു എന്ന ഒരു വിശകലനത്തെ കൂടി ജോസ് കെ മാണി ഭയക്കുന്നുണ്ടാകും. തീർച്ചയായും മാധു നേരത്തെ പറഞ്ഞതുപോലെ മൈക്ക് മാത്രമാണോ തട്ടിയെടുക്കുന്നത്, കേരള കോൺഗ്രസിന്റെ അധികാര കേന്ദ്രം കൂടിയാണോ റോഷി അഗസ്റ്റിൻ തട്ടിയെടുക്കുന്നത് എന്ന ചർച്ച സജീവമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലും ഉണ്ട് താനും. മാത്രവുമല്ല, ഇത്തരത്തിൽ അധികാര തർക്കം മാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സജീവമാകുമ്പോഴാണ് അത്തരം ചർച്ചകൾക്ക് ശക്തി പകരുന്ന ചില പ്രസ്താവനകൾ ഒരു വട്ടം കൂടി റോഷി അഗസ്റ്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ജോസ് കെ മാണിയോട് ഈ വിവാദങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ വിവാദങ്ങൾ അവസാനിച്ചതാണ്, മാത്രവുമല്ല അതിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനുമില്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, ഇത്തരത്തിൽ സിറ്റിംഗ് MLA-മാർ പോലും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, ഒരുപക്ഷെ താൻ പോലും മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പറയാൻ പറ്റില്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിലാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അതേ പരാമർശം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും, അതിൽ യാതൊരു മാറ്റവുമില്ല. മാത്രവുമല്ല, അദ്ദേഹം റോഷി അഗസ്റ്റിൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പാർട്ടിക്ക് വേണ്ടത് ലീഡർഷിപ്പാണ്, ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലാണ് ജനങ്ങൾ കൂടെ നിൽക്കുകയുള്ളൂ, തൻ്റെ ഒരു വികാരപ്പുറത്ത് പറഞ്ഞതല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ എന്ന ലീഡർഷിപ്പിൽ ജോസ് കെ മാണി ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ മുന്നണി മാറാനുള്ള ശ്രമങ്ങൾക്ക് തടയിട്ടത് റോഷി അഗസ്റ്റാണ് എന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ പാർട്ടിയിലെ അധികാര കേന്ദ്രം റോഷി അഗസ്റ്റിലേക്ക് മാറുന്നു എന്ന ചർച്ച കൂടി വരുന്നത്. അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇന്ന് റോഷി അഗസ്റ്റിന്റെ പരാമർശം. പക്ഷേ ഈ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി പറയാതെ, സ്ഥാനാർത്ഥിത്വത്തിൽ ഉറപ്പ് പറയാതെ ഇപ്പോഴും മാറി നടക്കുകയാണ് ജോസ് കെ മാണി. ശരി, ആ പ്രതികരണങ്ങളെ കുറിച്ചാണ് അർജുൻ മട്ടന്നൂരും രാഹുലും പറഞ്ഞത്. വിശകലനങ്ങളുമായി ലബി സജീന്ദ്രൻ കൂടി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലബി, പാല ജോസ് കെ മാണിക്ക് മധുരിക്കുന്ന ഒരു കെണിയാണ്. ഒരിക്കൽ കൂടി നിന്ന് അവിടെ തോറ്റു കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ഭാവി, തന്റെ വാക്കിനുള്ള വില പാർട്ടിയിൽ എത്രയാണ് എന്നത് സംബന്ധിച്ച ജോസ് കെ മാണിക്ക് ആശങ്കകളുണ്ട്. അപ്പുറത്ത് അജയ്യനായി ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ച് റോഷി നിന്നിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന അധികാരം നാഥൻ ആരാണ് എന്ന ചോദ്യം തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ ഉയരും. അത് തീർച്ചയായും ഇത്തരം ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്ന സമയം തന്നെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആലോചനകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങോട്ട് UDF-ലേക്ക് പോരാനുള്ള തീരുമാനം, തിരിച്ച് മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടരും എന്നുള്ളൊരു വാക്കുകൊണ്ട് നിലപാട് പ്രഖ്യാപനം റോഷി അഗസ്റ്റിൻ നടത്തുന്നു. പിന്നീട് പ്രമോദ് നാരായണൻ ആ കൂടെ ചേരുന്നു. ആ രാഷ്ട്രീയ നാടകങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളും എല്ലാം പിന്നീട് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇതാണ്, പാലാ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിക്ക്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈകാരിക മണ്ഡലമാണ്. എന്നാൽ പഴയ മാണി സാറിന്റെ പാലായല്ല പാല എന്ന് നമുക്കറിയാം. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചെയർമാന്റെ ഒരു അനിഷേധ്യ പദം ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക അദ്ദേഹത്തിനുമുണ്ട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ സ്നേഹിക്കുന്നവർക്കുമുണ്ട്. ഈ ആശങ്കയിലേക്കാണ് ഇപ്പോൾ ഒരമ്പ് കൂടി റോഷി അഗസ്റ്റിൻ തൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ നേരത്തെ ഒരു കാര്യം കൂടെ മാധുവിന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, നേരത്തെ 2019 ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എം ആ പിളർപ്പിന് ശേഷം അന്ന് ജോസഫിനൊപ്പം നിൽക്കാൻ ഒരുപക്ഷെ ഏകദേശം ഒരു മനസ്സ് കാണിച്ചു, അല്ലെങ്കിൽ ഏറ്റവും കേരള കോൺഗ്രസ് എം LDF-നൊപ്പം പോയപ്പോൾ അന്ന് പോകാൻ മടിച്ചു നിന്ന ആളാണ് റോഷി അഗസ്റ്റിൻ. ആ റോഷി അഗസ്റ്റിൻ പക്ഷേ കഴിഞ്ഞ 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് പിണറായി വിജയനുമായും LDF-ലെ മറ്റു നേതാക്കളുമായുമുള്ള ആഴത്തുള്ള ബന്ധമാണ്. ഇതാണ് ഇവിടെ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ വന്നപ്പോൾ പ്രതിഫലിച്ചതും. ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യവും ഇത് തന്നെയാണ് കാര്യം. അടുത്തിടെ തന്നെ കേരള കോൺഗ്രസ് എം ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ള ചർച്ച സത്യത്തിൽ ഇത് നടന്നിട്ടില്ല. ജോസ് കെ മാണി പറയുന്നത് വളരെ കൃത്യം തന്നെയാണ്. കാരണം
സീറ്റിന്റെ കാര്യത്തിൽ ഈ 12 സീറ്റ് തന്നെ LDF കൊടുക്കുമോ, കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടാൽ കൊടുക്കുമോ, അതോ ഈ സീറ്റ് വെട്ടിച്ചുരുക്കുമോ, ഇതിലൊന്നും കൃത്യമായ ധാരണ വന്നിട്ടില്ല. ആ ഘട്ടത്തിൽ സിറ്റിംഗ് MLA-മാർക്കൊഴികെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒരു ധാരണയും വന്നിട്ടില്ല. ബാക്കിയുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുന്നത് അടക്കമുള്ള കാര്യത്തിൽ അദ്ദേഹം തന്നെയാണ്, പാർട്ടി ചെയർമാനെ തന്നെയാണ് പാർട്ടി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടി ചെയർമാനെ ആ ചുമതല പാർട്ടി തന്നെ അത്തരത്തിലൊരു ചുമതല കൊടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ജോസ് കെ മാണി തന്നെ തീരുമാനം എടുക്കേണ്ട സന്ദർഭത്തിലാണ് ഈ പാലായെ സംബന്ധിച്ചൊരു വിരല് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ചൂണ്ടിയിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഈ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള ആലോചനയൊക്കെ വന്ന സമയം മുതൽ ഇങ്ങോട്ട് റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു വരുന്നതാണ്. ആ അസ്വാരസ്യത്തിന്റെ ഒരു തുടർച്ച എന്നോണം വേണം ഈ പാലായെ ചൂണ്ടിയുള്ള ഇപ്പോഴത്തുള്ള ഈ തർക്ക വിതർക്കങ്ങളെയൊക്കെ കാണാൻ. മാധു, ശരി, പാർട്ടി തീരുമാനിക്കുമെന്ന പാർട്ടി ചെയർമാന്റെ, അതായത് KM മാണിയുടെ പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും KM മാണി തന്നെ തീരുമാനിക്കും. ഇപ്പൊ പക്ഷെ പാർട്ടി തീരുമാനിക്കും എന്ന് ജോസ് കെ മാണി പറയുമ്പോൾ ആ തീരുമാനം വരുന്നത് റോഷി അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഒരു വ്യത്യാസമായതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.